ഉദ്യോഗസ്ഥ മേധാവികൾ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും മുഖ്യൻ്റെ വിശ്വസ്തൻ്റെ കസേര തെറിപ്പിച്ചുകൊണ്ട്. പറഞ്ഞു വരുന്നത്, അധികാരം അവസാനിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഉദ്യോഗസ്ഥ മേധാവികൾ തന്നെ വേഗം പറഞ്ഞേക്കുമെന്ന കാര്യമാണ്. സിവിൽ സർവീസ് നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള നിയമനങ്ങൾക്കും അതുപോലെ സ്ഥലം മാറ്റങ്ങൾക്കുമെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിൽ IAS അസോസിയേഷൻ നേടിയ വിജയം സംസ്ഥാന സർക്കാരിൻ്റെ ആപ്പീസ് പൂട്ടിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ അസോസിയേഷനോട് സർക്കാർ കോടതിയിൽ അമ്പേ പരാജയപ്പെട്ടത്. ഇത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുൻപേയുള്ള പിണറായിയുടെ ഏറ്റവും വലിയ മറ്റൊരു തോൽവിയാണ്. ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോഴും സ്ഥലം മാറ്റുമ്പോഴും സിവിൽ സർവീസ് ബോർഡിൻ്റെ അനുമതി നേടണമെന്നൊരു ചട്ടം അത് പാലിക്കാത്തതിനെതിരെ അസോസിയേഷൻ ഭാരവാഹികൾ പലതവണ സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരെ ഇഷ്ടാനുസരണം സ്ഥലം മാറ്റിയും ഉപദ്രവിച്ചും നിയമിച്ചും സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയി. അതോടെ 2023 കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ അസോസിയേഷൻ സമീപിച്ചു. വിവരമില്ലാത്ത ശിവൻകുട്ടിമാർ ഭരിക്കുന്ന ഒരു മന്ത്രിസഭ അവർ IASകാരെയെല്ലാം ഇങ്ങനെ പന്ത് തട്ടിക്കളിക്കുന്നത് പോലെ അധികാരത്തിൻ്റെ അഹങ്കാരം വെച്ച് തട്ടിക്കളിച്ചു. അതാണ് ഇപ്പോൾ തകർത്ത് കളഞ്ഞത്. ഇപ്പോൾ പൂർണ്ണ പരാജയമാണ് സർക്കാർ സമ്മതിച്ചിരിക്കുന്നത്. 2016 പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയുള്ള CSP ഒരു തവണ പോലും വിളിച്ചു ചേർക്കാതിരുന്ന സർക്കാർ ഈ ട്രൈബ്യൂണലിൽ ഹർജി എത്തിയ ശേഷമാണ് ആ ഭയം കൊണ്ട് ആദ്യമായി യോഗം വിളിച്ചത്. എക്സൈസ് കമ്മീഷണർ, കില, IMG അങ്ങനെയുള്ള എല്ലാ വകുപ്പുകളുടെയും മേധാവി ആ പദവികൾ IAS ഉദ്യോഗസ്ഥർക്ക് അവകാശപ്പെട്ടതാണ്. അത് ട്രൈബ്യൂണൽ വ്യക്തമാക്കി. ആ ഉത്തരവാദിത്വത്തോടെ ഈ പദവികൾ സർക്കാരിന് പുനർനിയമങ്ങൾ നടത്തേണ്ടി വരും. സർക്കാർ അമ്പേ പരാജയപ്പെടുകയാണ്. IASകാർ വഹിച്ചിരുന്ന എക്സൈസ് കമ്മീഷണർ പദവി ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് അത് IPSലേക്ക് മാറ്റിയത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ADGP MR അജിത് കുമാർ ആ പദവി വഹിക്കുന്നത്. അതോടെ ആ വിശ്വസ്തമാന്യൻ്റെ പണി തെറിച്ചു. IMGയിൽ IAS ഉദ്യോഗസ്ഥർ വഹിച്ചിരുന്ന ഡയറക്ടർ ജനറൽ പദവി ഒഴിച്ചിട്ട് പകരം ഡയറക്ടർ പദവി രൂപീകരിച്ച സർക്കാർ മുൻ ചീഫ് സെക്രട്ടറി ജയകുമാറിനെ 2018 ജൂണിൽ അവിടെ നിയമിച്ചു. അന്ന് മുതൽ IMGയുടെ തലപ്പത്ത് നിന്ന് IASകാർ പുറത്തായി. അങ്ങനെ അവകാശപ്പെട്ട പദവി തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് IASൻ്റെ അസോസിയേഷൻ രംഗത്ത് വന്നെങ്കിലും കഴിഞ്ഞ 7 വർഷം സർക്കാർ അവരെ വഞ്ചിച്ചുകൊണ്ടിരുന്നു, അനങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ പലിശയും ചേർത്ത് കിട്ടിയതോടെ പിണറായിയുടെ കാറ്റുപോയി എന്ന് തന്നെ പറയാം.